Hello friends, welcome back to Technique Malayalam. In നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ബഡ്ജറ്റ് ഡിവൈസ് ആണ്. പോക്കോന്റെ പുതിയ 5G ഡിവൈസ് ആണ് പോക്കോ M6 Plus 5G. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഏറെക്കുറെ നല്ല ഹാർഡ്വെയറും സ്പെസിഫിക്കേഷൻ ഒക്കെ ആയിട്ട് വരുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ 4 Gen 2 AE ചിപ്പാണ്. അതിനൊപ്പം തന്നെ 108 മെഗാപിക്സൽ ക്യാമറ ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്, 33 watt ചാർജിങ് ഉണ്ട്. അതേപോലെ ഹൈപ്പർ OS ആണ് വരുന്നത്. പിന്നെ ഗ്ലാസ് ബാക്ക് ഡിസൈനാണ്. പിന്നെ പോക്കോൻ്റെ ഒരു ഡ്യുവൽ കൈൻഡ് ഓഫ് ഫിനിഷ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. പോക്കോ M6 Plus എഴുതിയാണ്. 5G ഡിവൈസാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസാണ്. ഇവിടെ ബാക്കിൽ ക്വിക്കായി സ്പെസിഫിക്കേഷൻ എന്ത് സ്നാപ്ഡ്രാഗൺ 4 Gen 2 AE 108 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ, 13 മെഗാപിക്സൽ ക്യാമറ, 33 watt ചാർജിങ്, പ്രീമിയം ഗ്ലാസ് ഡിസൈൻ, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഡിസ്പ്ലേക്ക്. അതേപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. നമുക്ക് ഇട്ടിരിക്കുന്നത് 8/128 ആണ്. 6/128 വേരിയൻ്റ് ഉണ്ട്. ഇത് മിസ്റ്റി ലാവൻഡർ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ കാണുന്നത് ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റ് പിന്ന്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ ഒരു കേസാണ്. ഇതുണ്ടല്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉള്ളിൽ ഡിവൈസാണ്. ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ ശേഷം ബാക്കി വരുന്നത് നമുക്ക് ഒരു 33 watt അഡാപ്റ്ററാണ്. ഇതുണ്ടല്ലേ, 33 watt അഡാപ്റ്ററും പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഡിവൈസ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ലാർജ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇനി ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത്. ഒരു ഡ്യുവൽ കളറിംഗ് ആണ്, ഒരു ലാവൻഡർ കളർ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുറച്ച് ഡാർക്കർ ടോണ്, ഇവിടെ കുറച്ചുകൂടി ലൈറ്റർ ടോൺ. നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. ഗ്ലാസ് ഫിനിഷ് ആയിട്ട് തന്നെ വളരെ പ്രീമിയം ലുക്ക് ഉണ്ട്. പിന്നെ ക്യാമറ യൂണിറ്റിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഒരു ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം, 5G എഴുതിയതാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഡിസൈനാണ്. ഇവിടെ നമുക്ക് സിം ട്രേ ആണ് വരുന്നത്, ഡ്യുവൽ സിം കാർഡ് സ്ലോട്ടാണ്. ഇവിടെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്, പവർ ആൻഡ് വോളിയം കീസ് കാണാം, പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് USB Type-C പോർട്ടും സ്പീക്കേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് അത്യാവശ്യം കുഴപ്പമില്ല. നല്ലൊരു എന്താ പറയുക ഡിവൈസ് ആണെന്ന് പറയാം. എന്താ പറയുക, അതേപോലെ തന്നെ പ്രീമിയംനെസ് നമുക്ക് തോന്നിക്കും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. പിന്നെ IP53 റേറ്റിംഗ് ഉണ്ട്. 205 grams ആണ് വരുന്നത്. അറൗണ്ട് 8.3mm തിക്കാണ് വരുന്നത്. പിന്നെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതെന്ന് പറയാം. നല്ല ഒരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ്. ഇനി നമുക്ക് അടുത്തത് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ഫുൾ HD പാനലാണ്. ഇത് IPS LCD പാനലാണ്. 120 Hz അഡാപ്റ്റീവ് സിങ്ക് റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇനി ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെസൽസ് ആണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ല കളേഴ്സും ഉണ്ട്, അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്. പിന്നെ ലാർജ് ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ, അത്യാവശ്യം നല്ല കളർ ഡെപ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലും വലിയ കോംപ്രമൈസ് ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഹൈപ്പർ OS ആണ്. ഓൺ ടോപ്പ് ഓഫ് Android 14 ആണ് വരുന്നത്. 2 years ഓഫ് Android അപ്ഡേറ്റ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടില്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നമുക്ക് പോക്കോ M6 Plus 5G എന്ന് കാണാം. Android 14 വേർഷനാണ്. അതിനൊപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ് വരുന്നത്. പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും കാണാൻ സാധിക്കും. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫ്രഷ് റേറ്റും സെറ്റ് ചെയ്യാം. ഡീഫോൾട്ട് റിഫ്രഷ് റേറ്റ് ആണ്. നമുക്ക് കസ്റ്റം റിഫ്രഷ് റേറ്റ് 60/120 കൊടുക്കാവുന്നതാണ്. പിന്നെ കളർ സ്കീം നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താം. പിന്നെ സോഫ്റ്റ്വെയർ കാര്യത്തിൽ നല്ലൊരു സ്മൂത്ത് UI എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് റെഗുലർലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും കിട്ടുന്നുണ്ട്. ഹൈപ്പർ OSൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ 2 years ഓഫ് Android അപ്ഡേറ്റ്സും ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടില്ല, ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. 1 2 3 4 5 6 7 8 ഒരു 10 12 ബ്ലോട്ട് 13 13 14 ബ്ലോട്ട് വേസിങ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. ഇത് ആക്ച്വലി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്, പക്ഷേ ഒരുപാട് എണ്ണം ബൈ ഡീഫോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ വളരെ ക്ലീനായ ഒരു UI കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. എഗെയിൻ ബ്ലോട്ട് വേസ് ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഫോണിലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, പക്ഷേ ഈ ബ്ലോട്ട് വേസ് ഡെഫിനറ്റ്ലി ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സോഫ്റ്റ്വെയർ
സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ UI എക്സ്പീരിയൻസ് നല്ലതാണ്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ്. പിന്നെ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് UI എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി പെർഫോമൻസിലേക്ക് പോകാം. നമുക്ക് ഇവിടെ കിട്ടുന്ന സ്നാപ്ഡ്രാഗൺ 4 Gen 2 AE ചിപ്പാണ്. 4 നാനോമീറ്റർ ചിപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ്, ബഡ്ജറ്റ് സെഗ്മെന്റിൽ വേണ്ട ഒരു പെർഫോമൻസ് ഒക്കെ ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്കോർ പറയുന്നത് അറൌണ്ട് 4.5 lakhs ഒക്കെ ആൻഡ്രോയിഡ് സ്കോർ ഉണ്ട്. 6GB റാമും 8GB റാം അങ്ങനെ 2 വേരിയൻ്റ് ആണ് വരുന്നത്. 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസിന് വലിയ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം സ്നാപ്ഡ്രാഗൺ 4 Gen 2 നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണെന്ന് പറയാം. നമ്മളിത് കണ്ടതാണ്. അതിനകത്ത് നല്ലൊരു എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. 4 നാനോമീറ്റർ ആയിട്ട് ബാറ്ററി എഫിഷ്യൻറ്റും ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല സ്ലിക്ക് UI എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഹൈപ്പർ OS കൂടെ ഉണ്ടാവുകൊണ്ട് നല്ലൊരു ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ഒരു ഡിവൈസ് വേണമെങ്കിൽ പറയാം. കാരണം വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് 2 വേരിയൻ്റ് ഉണ്ട്. 6GB റാമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ 8GB വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ ബാൻഡ് 5G. പിന്നെ എല്ലാ നെറ്റ്വർക്ക്സും സപ്പോർട്ടഡ് ആണ്. ജിയോയും എയർടെലിൻ്റെയും എല്ലാ ബാൻഡ്സും തന്നെ സപ്പോർട്ടഡ്. അപ്പോൾ അതിലൊന്നും തന്നെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത് അതും അത്യാവശ്യം ഫാസ്റ്റായ ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ ഇതിനകത്ത് UFS 2.2 സ്റ്റോറേജും അതേപോലെ തന്നെ LPDDR 4X റാമുമാണ് വരുന്നത്. അപ്പോൾ എഗെയിൻ പെർഫോമൻസിന് വേണ്ട ഈ പ്രൈസ് സെഗ്മെന്റിൽ പെർഫോമൻസിന് വേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. ക്യാമറയിലോട്ട് പോയി കഴിഞ്ഞാൽ 108 MP പ്രൈമറി സെൻസറാണ്. പിന്നെ ഒരു 2 MP ഡെപ്ത് സെൻസറാണ്. സാംസങ്ങിൻ്റെ HM6 സെൻസറാണ് വരുന്നത്. f1.8 അപ്പേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒരു 13 MP ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറേൻ്റെ കാര്യം പറയുക അത്യാവശ്യം നല്ല 108 MP ക്യാമറയാണ്. നമ്മൾ ഈ സെൻസർ ഒരുപാട് ഫോൺസിൽ കണ്ടതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി തരുന്ന ഒരു സെൻസറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെ വെക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ബഡ്ജറ്റ് ഡിവൈസ് നിലയിലേക്ക് നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല കളേഴ്സും ഡീറ്റെയിൽസും ഷാർപ്നെസ് ലെവൽസും ഒക്കെ ഉണ്ട്. സെൽഫി ക്യാമറയാണെങ്കിലും ഏറെക്കുറെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് ഈ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ക്യാമറയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനകത്ത് 1080p റെസൊല്യൂഷനും വീഡിയോ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ 5030 mAh ബാറ്ററിയാണ്. 33 watt ചാർജിങ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഗെയിൻ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ തവണ 18 watt ആയിരുന്നു പോക്കോൻ്റെ ഇതിന് മുമ്പത്തെ വേരിയൻറ്റ് വന്നത്. ഇത്തവണ അപ്ഗ്രേഡ് ഉണ്ട്, 33 watt ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 33 watt ചാർജിങ് ആണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ചാർജിങ് സ്പീഡൊക്കെ ഉണ്ട്. എഗെയിൻ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബാറ്ററി ലൈഫും ഏറെക്കുറെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 നാനോമീറ്റർ ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ്. പിന്നെ ഈ സെഗ്മെന്റിൽ വേണ്ട ഒരു ബാറ്ററി എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M6 പ്ലസിന്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇതിന്റെ പ്രൈസിങ് ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല. എന്താണെങ്കിലും ഏറെക്കുറെ ഒരു 15,000 റുപ്പീസിന്റെ താഴെ നിൽക്കും. എനിക്കൊന്നൊരു 13,000-14,000 റുപ്പീസിന്റെ ആ റേഞ്ചിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പോൾ അതായിരിക്കും ഇതിന്റെ പ്രൈസിങ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ പ്രൈസിങ്ങിന് എനിക്കൊന്ന് നല്ലൊരു വാല്യൂ ഫോർ മണിയാണ്. എസ്പെഷ്യലി ഗ്ലാസ് ബാക്ക് ഡിസൈന്, പിന്നെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ്, കളേഴ്സും നല്ലതാണ്, ഒരു പ്രീമിയം ഫിനിഷ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയും പിന്നെ എന്താ പറയുക ക്യാമറ എക്സ്പീരിയൻസും പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ബ്ലോട്ട് വേസ് ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് എനിക്കൊരു വലിയ പോരായ്മയായിട്ട് തോന്നിയത്. എന്നാൽ ബ്ലോട്ട് വേസ് ഒക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കോ M6 Plus 5G ഈ ഡിവൈസിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.